ഇത്ര വലിയ സുനാമി എവിടുന്നാണ് വന്നത്? മമ്മി, എന്നെ രക്ഷിക്കൂ. കീക്കോ, ഈ സുനാമിയെ ഫേസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു ഫോർമുലയുമില്ല. വാവ്, ഇന്നത്തെ ക്ലൈമറ്റ് വളരെ സൂപ്പർ ആണല്ലോ. കീക്കോ, ഇതുപോലുള്ള ഒരു ക്ലൈമറ്റിനെ ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഫാന്റാസ്റ്റിക്. അത് വെറും ഫാന്റാസ്റ്റിക് അല്ല, സൂപ്പർ ഫാന്റാസ്റ്റിക്, സൂപ്പർ ഡൂപ്പർ ഫാന്റാസ്റ്റിക്. ഈ ഫാന്റാസ്റ്റിക് ക്ലൈമറ്റിൽ ഞാൻ ഫാന്റാസ്റ്റിക് കാൻഡീസ് കഴിച്ചോട്ടെ. കലക്കി സാറേ, നിങ്ങളുടെ ടാർഗറ്റ് പ്രശംസിക്കാൻ വാക്കുകളില്ല. കലക്കി സാറേ, നിങ്ങളുടെ ഈ സ്റ്റൈൽ ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം സാറേ. മീനിന്റെ ആവശ്യം വെള്ളം, വെള്ളമില്ലെങ്കിൽ അത് കരിയും. മീനിന്റെ ശത്രു മുതലയാണ്. സാർ ചുരുക്കത്തിൽ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ തേടി ഒരു ലെറ്റർ വന്നിരിക്കുന്നതാ പറയുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ ഈ സൺസിറ്റി വിട്ട് ജനങ്ങളെല്ലാം പോയില്ലെങ്കിൽ ടോട്ടൽ സൺസിറ്റിയെ നശിപ്പിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് ശരി, ഈ ലെറ്റർ ആരാ അയച്ചിരിക്കുന്നത്? ഫ്രം ബസൂക്ക. പക്ഷേ ഈ ബസൂക്ക ആരാണ്? സൺസിറ്റി എന്തിനാണ് അവൻ വെക്കറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? ആ കാര്യം എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. സാറിന് ഈ ലെറ്റർ മാത്രം കിട്ടിയിരിക്കുന്നു. ഓ മൈ ഗോഡ്, ഇപ്പൊ തന്നെ മണി 6 ആയി. ഇവര് പറയുന്നെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഭയങ്കര ടെൻഷൻ. സാധാരണ ടെൻഷൻ അല്ല, ഓവർ ടെൻഷൻ. ആദ്യം ഭയങ്കരമായ ടെൻഷൻ. ഇപ്പൊ ബസൂക്ക നമ്മളെല്ലാരെയും എന്ത് ചെയ്യും കീക്കോ? അയ്യോ, ഫയർ ക്രാക്കേഴ്സോ? ഐ ലൈക്ഡ് ഇറ്റ് വെരി മച്ച്. അല്ല, ഇതൊക്കെ ആരാ ചെയ്തത്? മമ്മി, എന്താ ഇത്? ആകാശത്തുനിന്ന് ഫയർ ബോൾ ആണല്ലോ വന്ന് വീഴുന്നത്. ഇത് കോമറ്റ്സ് ആണല്ലോ. അത് വന്ന് ഇവിടെ വീഴുകയാണെങ്കിൽ സൺസിറ്റി മുഴുവനും കത്തിക്കരിഞ്ഞ് ചാമ്പലാവും. സൂപ്പർ സ്പീഡോ, ആ കോമറ്റ്സിൽ നിന്ന് നമ്മുടെ സൺസിറ്റിയെ രക്ഷിച്ചേ പറ്റൂ. കീക്കോ, അത് തടഞ്ഞു നിർത്തുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ ഒരു ഫോർമുലാസും ഇല്ല. വന്നുകൊണ്ടിരിക്കുന്ന ഈ കോമറ്റ്സ് നമ്മളെ തന്നെ വന്ന് വീണാലോ? പിന്നെ നമ്മളെല്ലാരും പോപ്കോൺ പോലെ ആയിപ്പോവും. അങ്ങനെ നമ്മളെല്ലാരും പോപ്കോൺ ആവുന്നതിന് മുമ്പ് ഞാൻ ഒരല്പം പോപ്കോൺ കഴിച്ചോട്ടെ. സൺസിറ്റിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ R7 എന്താ ഇനിയും ബ്ലിങ്ക് ആവാത്തത്? അയ്യോ, നിങ്ങൾ രണ്ടുപേരും ആരാണ്? മായാജാലത്തിന്റെ രാജാക്കന്മാർ. അസ്ലിയെയും നെക്ലിയെയും തോൽപ്പിക്കാൻ ഇവിടെയുള്ള ആർക്കും കഴിയില്ല. നിങ്ങൾ രണ്ടുപേരും ആരാണ്? ആ കോമറ്റ്സിനെ എങ്ങനെയാണ് നിങ്ങൾ തടഞ്ഞു നിർത്തിയത്?
എന്റെ പേര് അസ്ലി. ഇതെന്റെ കൂട്ടുകാരനാണ് നക്ലി. ഞങ്ങൾ രണ്ടുപേരും ബസൂക്കയുടെ എതിരികളാണ്. ബസൂക്കയിൽ നിന്നും ഞങ്ങൾ ജനങ്ങളെ രക്ഷിക്കും. ഗുഡ് ഈവനിങ് മിസ്റ്റർ അസ്ലി നക്ലി. ഒരു കാര്യം പറയൂ, ആ മിസ്റ്റർ ബസൂക്കാരാണെന്ന് പറയാൻ പറ്റുമോ? അവൻ എന്തിനാ സൺസിറ്റിയെ ഇങ്ങനെ തുടർന്ന് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പോൾ നീ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ ബസൂക്കയുടെ അറ്റാക്സ് നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്ന് വെച്ചാൽ ശരിക്കും നിങ്ങളാണ് ഹീറോസ്. ഒരു പ്രശ്നം വരുമ്പോ കിക്കോക്ക് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളാണ് ഞങ്ങളെല്ലാവരും രക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഈ സൺസിറ്റിയുടെ വളരെ വലിയ ഒറിജിനൽ ഹീറോസ് ആണ്. മിന്നുന്ന കാര്യങ്ങളെല്ലാം പൊന്നലായി ഓർക്കണം. ടോണി ബോസ് കണ്ണിൽ കണ്ടതെല്ലാം വിശ്വസിച്ച് അവസാനം മണ്ടനാവുകയാണ്. എന്താ പറഞ്ഞ? ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ടോണി, നീ ഇപ്പൊ ചെയ്ത കാര്യത്തിൽ 2 വാക്കിൽ എങ്ങനെ പറയണമെന്നറിയോ? നോട്ട് ഫെയർ. സാധാരണ നോട്ട് ഫെയർ അല്ല, ഭയങ്കരമായ നോട്ട് ഫെയർ. കീക്കോ സൺസിറ്റിയെ പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. സൺസിറ്റിയുടെ ഒറിജിനൽ ഹീറോ എന്നെന്നും കീക്കോ തന്നെയാണ്. ട്വിങ്കിൾ, ഡോഡോ, ഇറ്റ്സ് ഓക്കെ. കഷ്ടകാലത്തിൽ ആര് നമ്മളെ രക്ഷിക്കുന്നുവോ അവരെല്ലാവരും തീർച്ചയായിട്ടും ഹീറോയാണ്. മിസ്റ്റർ അസ്ലി ആൻഡ് നക്ലി സൺസിറ്റിയെ നാശത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർ രണ്ടാളും ഹീറോസ് തന്നെയാണ്. ഇനിയും വരുന്ന ബസൂക്കയുടെ ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങൾ സൺസിറ്റിയെ തുടർന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിനു പകരം പറയൂ എന്താ വേണ്ടത്? സൺസിറ്റിയെ ബസൂക്കയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതിന് ഞാൻ നിങ്ങൾക്ക് എന്തും നൽകാൻ തയ്യാറാണ്. സൺസിറ്റിയുടെ അടുത്തുള്ള ആ മലകൾ നിറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അതാണ് ഞങ്ങൾക്കിപ്പോ വേണ്ടത്. ഇല്ല, അത് നിങ്ങൾക്ക് തരാൻ ഞങ്ങളെ കൊണ്ടാവില്ല. കാരണം അത് സൺസിറ്റിയിലെ ഏറ്റവും വലിയൊരു നാച്ചുറൽ റിസോഴ്സ് ആണ്. അല്ല, ഈ നാച്ചുറൽ റിസോഴ്സ് എന്നൊക്കെ പറഞ്ഞ എന്താ അർത്ഥം? ഏതൊരു സ്ഥലത്തിൽ നിന്ന് പ്രഷ്യസ് സ്റ്റോൺ, തീൽസ്, അയൺ അതൊക്കെ കിട്ടുന്നുവോ ആ സ്ഥലത്തിന് 2 വാക്കിൽ പറയണമെങ്കിൽ നാച്ചുറൽ റിസോഴ്സ്. അയ്യോ, നിങ്ങൾ അത് വിട്ടിട്ട് വേറെ ഏതെങ്കിലും സ്ഥലം ചോദിക്കേ. വേണമെങ്കിൽ പറയൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സൂപ്പർ ലേറ്റസ്റ്റ് മോഡൽ കാർ റെഡിയാക്കി തരാം. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ബൈക്കിൽ നാട് ചുറ്റേണ്ട കാര്യമില്ല. എന്ത് പറയുന്നു? നോക്കൂ, ഞങ്ങൾക്ക് ആ മലകൾ നിറഞ്ഞ പ്രദേശമാണ് ആവശ്യം, വേറെ ഒന്നും വേണ്ട. ആ സ്ഥലം ഞങ്ങൾ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്നുള്ളതാണ് സത്യം. എന്നാൽ ശരി, ആ ബസൂക്ക വന്ന് നിങ്ങളെ എല്ലാവരെയും നശിപ്പിക്കുന്നതായിരിക്കും. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബുദ്ധി വരുമോ എന്ന് നോക്കാം. ഞങ്ങൾ ഇറങ്ങാണ്. ഇനി ബസൂക്കയുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കിക്കോ. ഞങ്ങൾ മായാജാലത്തിന്റെ രാജാക്കളാണ്. പക്ഷേ ഈ അസ്ലി നക്ലിയുടെ പവർ നിങ്ങൾക്ക് മനസ്സിലായില്ല. വാ പോകാം. ഇനി നമ്മളെ ആ നശിച്ച ബസൂക്കയുടെ കോമറ്റിൽ നിന്ന് ആര് വന്ന് രക്ഷിക്കും? പണ്ടൊരിക്കൽ ഞാൻ ഒരുപാട് കോമറ്റ്സിനെ കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചതിന് ആകാശത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുമുണ്ട്. പിന്നീട് അതൊക്കെ നക്ഷത്രങ്ങളായി മാറിപ്പോയി. അതാണ് കിം 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 എന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ട് പറയാണോ മേറങ്കൾ? അല്ലാതെ പിന്നെ എന്താ? ഞാൻ പറഞ്ഞത് കള്ളുമാണെങ്കിൽ എന്റെ തലയ്ക്ക് മുകളിൽ മാനത്തിൽ നിന്ന് ഇടുത്തി വന്ന് വീഴട്ടെ. അപ്പൊ പറഞ്ഞതെല്ലാം പച്ച കള്ളവല്ലേ? ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ബസൂക്കയുടെ ഫയർ ബോൾസ് പോലെയുള്ള കോമറ്റ്സിനെ ഫേസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനുവേണ്ടി നമ്മളൊക്കെ ഒരു പ്ലാൻ ചെയ്യണം. അയ്യോ, ഇപ്പൊ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് തീയുടെ കൂടെ അല്ല, വെള്ളം കൊണ്ടുണ്ടാവുന്ന അറ്റാക്കിനെ ഫേസ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മമ്മി, ഇത്ര വലിയ സുനാമി എവിടുന്നാണ് വന്നത്? മമ്മി, എന്നെ രക്ഷിക്കൂ. കീക്കോ, ഈ സുനാമിയെ ഫേസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു ഫോർമുലയുമില്ല.
മായാജാലത്തിന്റെ രാജാവ്. അസ്ലി നക്ലി ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. താങ്ക് യു. ഇന്ന് നിങ്ങൾ രണ്ടാളും വീണ്ടും സൺസിറ്റിയെ വലിയൊരു ആപത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഈ സഹായത്തിന് പകരമായി ആ നാച്ചുറൽ റിസോഴ്സിന്റെ സ്ഥലം ഞാൻ നിങ്ങൾക്ക് തരുവാൻ തീരുമാനിച്ചിരിക്കുന്നു. താങ്ക് യു മേയർ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇനി ആ സ്ഥലത്തേക്ക് ഞങ്ങളല്ലാതെ വേറെ ആരും വരരുത്. അതിനു പകരം ബസൂക്കിയുടെ അറ്റാക്കിൽ നിന്ന് ഞങ്ങൾ സൺസിറ്റിയെ രക്ഷിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇതിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. മിസ്റ്റർ അസ്ലി നക്ലി ആ സ്ഥലം തന്നെ വേണമെന്ന് എന്തിനാണ് വാശി പിടിക്കുന്നത്? എന്താണെന്നറിയില്ല, തുടർന്ന് സൺസിറ്റിക്ക് അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മാർസവൻ എന്താ ബ്ലിങ്ക് ആകാത്തത്? ഒരു കാര്യം ചെയ്യാം, സൂപ്പർ സ്പീഡോ, നീ ആ സ്ഥലത്തേക്ക് ചെല്ല്. കോമറ്റ്സ് വീണ സ്ഥലത്തേക്ക് ചെല്ല്. ഇതാണ് ആ സ്ഥലം. ഇവിടുന്നാണ് അസ്ലി നക്ലി കോമറ്റ്സിനെ ഡൈവേർട്ട് ചെയ്ത് താഴേക്ക് വീഴ്ത്തിയത്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഇന്നലെ അൺലിമിറ്റഡ് ഐറ്റ്സ് ഫയർബോൾസ് പോലെ കോമറ്റ്സ് വന്ന് വീണതാണല്ലോ. പക്ഷേ ഇവിടെ എവിടെയും തീ വന്ന് വീണതിന്റെ അടയാളമൊന്നുമില്ലല്ലോ. ഒന്നുകൂടി ഡബിൾ ചെക്ക് ചെയ്ത് നോക്കാം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 56 അപ്ലൈ ചെയ്യ്. ഓക്കേ കീക്കോ, എന്റെ ടെർമിനൽ റേസ് കൊണ്ട് ഈ സ്ഥലത്തുള്ള ടെമ്പറേച്ചർ ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. പറഞ്ഞത് ശരിയാണ് കീക്കോ, ഈ സ്ഥലത്ത് ഒരു കോമറ്റ് പോലും വീണിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തെ ടെമ്പറേച്ചറും ഹൈ ആയിരിക്കും. എങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. ഇന്ന് രാവിലെ സുനാമി വന്ന ആ സ്ഥലത്ത് പോയി നോക്കാം. എന്റെ അമ്മച്ചിയെ, ഒരുപക്ഷെ സുനാമി വീണ്ടും വരികയാണെങ്കിലോ? ഞാൻ ചെന്ന് സ്വിമ്മിംഗ് കോസ്റ്റ്യൂം എടുത്തോണ്ട് വന്നേക്കാം. വരുമ്പോ ഞാൻ എന്തെങ്കിലും കഴിച്ചോണ്ട് വന്നേക്കാം. അസ്ലി, നിനക്ക് നല്ലോണം അറിയാലോ നമ്മൾ തേടുന്ന കാര്യം ഈ മണ്ണിനകത്തല്ലേ ഉള്ളത്. അതേന്നേ, ഈ മാപ്പ് വെച്ച് നോക്കുമ്പോൾ ആ സാധനം ഇവിടെ എവിടെയോ ഉണ്ട്. നമ്മൾ മായാജാലത്തിന്റെ രാജാക്കന്മാരാണ്. ഈ അസ്ലി നക്ലിയെ തോൽപ്പിക്കാൻ ഇവിടെയുള്ള ആർക്കും സാധിക്കില്ല. ഇപ്പോ കുറച്ചു സമയത്തിന് മുമ്പാണല്ലോ ഈ വഴി സുനാമി വന്നത്. പക്ഷേ ഇത് വളരെ വിചിത്രമാണ്. ഈ സ്ഥലം മൊത്തം വരണ്ടു കിടക്കുന്നല്ലോ. ഇതിൽ ജലാംശം ഒട്ടും തന്നെ ഇല്ല. ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഡിസപ്പിയർ എന്ന് വെച്ചാൽ ആ കോമറ്റ്സും സുനാമിയും വെറും ഇല്യൂഷൻ ആണോ? ഇല്യൂഷൻ എന്ന് വെച്ചാ? ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒറിജിനൽ ആവില്ല, പക്ഷെ അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അതായത് മെജീഷ്യൻസ് ഇതുപോലുള്ള ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് വെച്ച് ജനങ്ങളുടെ മുമ്പിൽ മാജിക് ചെയ്ത് കാണിക്കും. അതുകൊണ്ടാണ് എന്റെ R7 ബ്ലിങ്ക് ആവാത്തത്. കാരണം നമ്മൾ കരുതിയതുപോലെ ഒന്നും തന്നെ ഇല്ല. സൺസിറ്റിക്ക് ഒരു അപകടവും ഇല്ല. അവർ നമ്മളെ എല്ലാവരെയും കളിപ്പിക്കാൻ ശ്രമിച്ചതാ. എത്ര വലിയ ക്രിമിനൽ ആയാലും അവൻ തെറ്റ് ചെയ്തതിനു ശേഷം എന്തെങ്കിലും ഒരു ക്ലൂ വിട്ടേച്ചു എന്ന് പോകും. വെച്ചാൽ സാർ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് അസ്ലിയും നക്ലിയും ഒറിജിനൽ ഹീറോയൊന്നുമല്ല. അവര് വെറും മജീഷ്യൻസ്മാരാണ്. അവരുടെ കയ്യിലുള്ള മാജിക്കൽ വാണ്ടുണ്ടല്ലോ, അത് വെച്ചാണ് അവർ ഇല്യൂഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. മാജിക് ചെയ്ത് നമ്മളെ പേടിപ്പിക്കുന്നു. ആ അസ്ലി നക്ലി സൺസിറ്റിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അവര് തന്നെ പറയണം. സൂപ്പർ സ്പീഡോ, നമുക്ക് ഉടനെ ആ സ്ഥലത്തേക്ക് പോകാം. അവർ മേയർ അങ്കിളിനോട് ചോദിച്ചു വാങ്ങിച്ച ആ മലയുള്ള സ്ഥലത്തേക്ക് പോകാം. ഇത് കണ്ടോ നക്ലി, നമുക്കത് കിട്ടി. ഈ സൂപ്പർ ചാർജ് സ്റ്റോൺസ്. അതെ അസ്ലി, ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഇല്യൂഷൻസിനെ ആർക്കും തോൽപ്പിക്കാനാവില്ല. എന്താ ശരിയല്ലേ? ഞങ്ങളാണ് മായാജാലത്തിന്റെ രാജാക്കന്മാർ. ഈ അസ്ലിയെയും നക്ലിയെയും ആർക്കും തോൽപ്പിക്കാനാവില്ല. ഹലോ മിസ്റ്റർ അസ്ലി ആൻഡ് നക്ലി, നിങ്ങൾ ആ സൂപ്പർ ചാൾസ് സ്റ്റോണിനെ അടിച്ചു മാറ്റി വലിയൊരു തെറ്റാണ് ചെയ്തത്. നിങ്ങൾ ഇത് ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ട് ചെയ്ത തെറ്റിനെ റൈറ്റ് ആക്കി മാറ്റി. റൈറ്റ് അല്ല, നടക്കാൻ പോകുന്നത് ഫൈറ്റ് ആണ്. എന്തായാലും അത് ഫുൾ ടൈറ്റ് ആയിരിക്കും. ഒരക്ഷരം മിണ്ടി പോരുത് മരമണ്ടന്മാരെ. എന്റെ മുൻപിൽ സറണ്ടർ ആകുക, അല്ലെങ്കിൽ സറണ്ടർ ആകണോ? നക്ലി ബായ്, ഇവനെ നല്ലൊരു പാഠം പഠിപ്പിച്ചു കൊടുത്തേ പറ്റൂ. നോക്കിക്കോ അസ്ലി ബായ്. ഓ, അപ്പൊ ഇതെല്ലാം വെറും ഐ വാഷിംഗ് എഫക്റ്റ് ആണോ?
നിന്റെ ഇല്യൂഷൻ കൊണ്ടുണ്ടാക്കിയ ഈ ഡമ്മിയായ കല്ലുകൾ കണ്ട് ഞാൻ ഇനി പേടിക്കില്ല. ആരെങ്കിലും വന്ന് വാതിലിന് മുട്ടിയാൽ ടിക്ടോക്ക് എന്ന സൗണ്ട് കേൾക്കും. ഇങ്ങനെ വരുന്ന കല്ലിന് കിക്ക് ചെയ്താൽ അവന്റെ ഡിറ്റക്റ്റീവ് ഞങ്ങൾ മായാജാലത്തിന്റെ രാജാക്കന്മാരാണ്. അസ്ലിയെയും നെക്ലിയെയും ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അവർ ഇലൂഷന്റെ കൂടെ ചേർത്ത് ഒറിജിനൽ കാര്യം ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം ഞങ്ങൾ വേണമെന്ന് വെച്ച് ബസൂക്കയുടെ പേര് പറഞ്ഞ് സൺ സിറ്റിയിൽ കോമറ്റ് പിന്നെ സുനാമിയുടെ ഇല്യൂഷൻ ഉണ്ടാക്കി. അറ്റാക്ക് വരാൻ പോകുന്നത് പോലെ ഒരു നാടകം കളിച്ചു. അതിനുശേഷം ബസൂക്കയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നത് പോലെ അഭിനയിച്ച് ഈ സ്ഥലം കൈക്കലാക്കി. ഇതാണ് സൂപ്പർ ചാർജ് സ്റ്റോൺസ്. ഇത് ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ആദ്യം ഞങ്ങൾ ഉണ്ടാക്കിയ ഇലൂഷൻ 5 മിനിറ്റ് വരെ തുടർന്ന് വർക്കൗട്ട് ആകുമായിരുന്നു. പക്ഷെ ഇപ്പോ ഈ സൂപ്പർ ചാർജ് സ്റ്റോൺസിന്റെ പവർ കാരണം എന്റെ ഇലൂഷൻസ് 24 മണിക്കൂറും വർക്ക് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ സൂപ്പർ ചാർജ് സ്റ്റോൺസിന്റെ പവർ കൊണ്ട് നക്ലിയുടെ ഇല്യൂഷൻസിനെ വളരെ റിയൽ ആക്കി മാറ്റാൻ പോവുകയാണ്. കിക്കോ, ഇനി ഞങ്ങളുമായി ഏറ്റുമുട്ടുന്നത് വളരെ അപകടം പിടിച്ച ഒരു കളിയാണ്. ഞങ്ങളുടെ പിറകെ വരാതെ ഇവിടുന്ന് ഓടിപ്പോയിക്കോ. നിങ്ങളുടെ പ്ലാനിംഗ് എല്ലാം കൊള്ളാം, പക്ഷേ ഒന്നും ശരിയല്ല. ഈ നിൽക്കുന്ന കിക്കോ എപ്പോഴും റൈറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ആ സൂപ്പർ ചാർജ് സ്റ്റോണിനെ ഇങ്ങ് തിരിച്ചു തന്നേക്കൂ. അത് സൺസിറ്റിയുടെ അവകാശമാണ്. എന്ന് വെച്ചാൽ നിനക്ക് സ്റ്റോൺസ് വേണം അല്ലേ? എന്നാ ശരി, വന്ന് എടുത്തോണ്ട് പോ. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം, നീ വന്ന് ഞങ്ങളെ ഒന്ന് പിടിച്ച് കാണിക്ക. വാ, ഞങ്ങളെ പിടിക്കാൻ ഒരിക്കലും സാധിക്കില്ല. സൂപ്പർ സ്പീഡോ, ബ്രേക്ക് ഇട്, അല്ലെങ്കിൽ ചുവരിൽ മുട്ടേണ്ടി വരും. ഓക്കേ. ഇല്യൂഷൻ കൊണ്ടൊരു ഡമ്മി ചുമര് കാണിച്ച് അവര് നമ്മളെ പറ്റിക്കാൻ നോക്കിയിരിക്കുകയാണ്. മായാജാലത്തിന്റെ രാജാക്കന്മാരാണ് ഈ ഞങ്ങൾ. അസ്ലിയും നെക്ലിയും ആർക്കും തോൽപ്പിക്കാനാവില്ല. വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബോർഡ്. ഇപ്രാവശ്യം നിനക്ക് എന്നെ പറ്റിക്കാനാവില്ല. ഇത് ഞാൻ വളരെ ഈസി ആയിട്ട് ക്രോസ് ചെയ്തങ്ങ് പോവും. ചേട്ടാ, ഇത് ഒറിജിനൽ വാൾ ആണല്ലോ. ഇതിൽ വന്നിടിച്ചത് കൊണ്ട് എനിക്ക് ഒരുപാട് ഡാമേജ് ആയി പോയി. എന്റെ ദൈവമേ, ഇവിടെ ഒരുപാട് ചുവരുകളുണ്ടല്ലോ. ഇപ്പൊ ഈ ചുവരുകളിൽ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡമ്മിന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഈക്കോ, ഈ കാണുന്ന ചുമരുകളിൽ നമ്മൾ റോക്കറ്റ് ഫയർ ചെയ്താൽ എല്ലാം ചിന്ന ഭിന്നമായി പോവില്ലേ? ഈസി ആയിട്ട് ക്രോസ് ചെയ്ത് പോവാം. അതൊന്നും വേണ്ട സൂപ്പർ സ്പീഡോ. ട്രിക്ക് യൂസ് ചെയ്യേണ്ട സ്ഥാനത്ത് കിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കണ്ടോ, ഏത് ചുവര് റോഡിൽ വന്ന് വീഴുമ്പോൾ അവിടെ മണ്ണ് പറക്കുന്നുവോ അത് ഒറിജിനൽ ചുവര്. മണ്ണും പൊടിയും പറക്കാത്ത ചുവരുണ്ടെങ്കിൽ അതെല്ലാം ഡമ്മിയാണ്. ഞങ്ങൾ മായാജാലത്തിന്റെ രാജാക്കന്മാരാണ്. ഈ അസ്ലിയെയും നെക്ലിയെയും ആർക്കും തോൽപ്പിക്കാനാവില്ല. കിക്കോ, നിനക്ക് ശരിക്കും ധൈര്യമുണ്ടെങ്കിൽ തനിച്ച് ഞങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്യൂ. എന്റെ ദൈവമേ, അസ്ലിക്കും നഗ്ലിക്കും ഇത്ര ഐഡന്റിക്കൽ ബ്രദേഴ്സ് ഉണ്ടോ? ഇവരാരും ഐഡന്റിക്കൽ ബ്രദേഴ്സ് അല്ല ഡോഡോ. ഈ കാണുന്നതിൽ ഒരേ ഒരു അസ്ലി നക്ലി മാത്രമാണ് ഒറിജിനൽ. മറ്റതെല്ലാം ഇല്യൂഷൻസ് ആണ്. ട്വിങ്കിൾ, ഡോഡോ, നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ ഇരിക്കേ.
കീക്കോ റിയലിനും ഫേക്കിനും വ്യത്യാസം അറിയാതെ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ പോയാൽ കീക്കോ തോറ്റുപോകുമെന്നാണ് തോന്നുന്നത്. ഇതിലേതാ ഒറിജിനൽ ഏതാ ഡമ്മിന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മൾ എന്ത് ചെയ്യും? ഐഡിയ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 178 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 178. സൂപ്പർ സ്പീഡോടെ ലൈറ്റ് അവരുടെ മേൽ വീഴുമ്പോ ആരുടെ ഷാഡോ കാണാൻ പറ്റുന്നോ അവരാണ് ഒറിജിനൽ അസ്ലി നക്ലി. ഞങ്ങളുടെ സൂപ്പർ ചാർജ് സ്റ്റോൺസ് എല്ലാം പൊട്ടി തരിപ്പണമായി വെള്ളത്തിൽ പോയി. ഇനി നമ്മൾക്ക് എങ്ങനെയാ ഇല്യൂഷൻസ് ഒക്കെ ചെയ്യാൻ കഴിയാ? സെല്ലിൽ നിന്ന് നീ എല്ലാം കമ്പി എണ്ണേണ്ട സമയം എത്തിക്കഴിഞ്ഞടാ. എന്ന് വെച്ചാ സാറ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ യു ആർ അണ്ടർ അറസ്റ്റ്.